الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله بسم الله الرحمن الرحيم حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുഅ്മിനുകളായി മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ഖുതുബയിൽ നരകമോചനത്തിന് കാരണമാകുന്ന ചില സംഗതികൾ വിശദീകരിച്ച കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് വാക്കുകൾ, നമ്മൾ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് സംഗതികൾ നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഒന്ന് സുബഹി നമസ്കാരവും രണ്ടാമത്തേത് സ്വലാത്തുൽ വുസ്ത അസ്ർ നമസ്കാരവുമാണ്. നമസ്കാരങ്ങൾക്കെല്ലാം, എല്ലാ നമസ്കാരങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. ഒരൊറ്റ റക്അത്തും ഒരു വക്തും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. 5 നേരമുള്ള നിർബന്ധ നമസ്കാരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കണം. ആ കൂട്ടത്തിൽ 5 നേരമുള്ള നമസ്കാരത്തിന്റെ ഓരോ നമസ്കാരത്തിന്റെ മഹത്വങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അശർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുബഹി നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ വലിയ ഗൗരവത്തോടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ ജമാഅത്തിനെ കുറിച്ചും അസ്ർ നമസ്കാരത്തെ കുറിച്ചും പറഞ്ഞത്. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 238-ാമത്തെ വചനമാണ്. ഈ ആയത്തിൽ പറയുന്ന നമസ്കാരം അസ്ർ നമസ്കാരമാണ് എന്ന് തഫ്സീറിൽ കാണാൻ കഴിയും. മിക്കവാറും എല്ലാ തഫ്സീറുകൾ പരിശോധിച്ചാലും ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്ത എന്ന് പറയാണ്. ഹാഫിളു അലസ്സലവാത്ത്, സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണം, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ്. ഹാഫിളു എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഖ്തും ഒരു റക്അത്തും ഒഴിവാക്കാതെ സമയാസമയം അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നാണ്. എപ്പോഴെങ്കിലുള്ള നമസ്കാരമല്ല, ഒന്നും ഒഴിവാക്കാതെ എല്ലാ നമസ്കാരവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറയാണ് വസ്വലാത്തിൽ വുസ്ത, പ്രത്യേകിച്ച് വുസ്ത നമസ്കാരം. വുസ്ത എന്ന് പറഞ്ഞാൽ സ്വലാത്തുൽ അസ്റാണ്. എല്ലാ നമസ്കാരവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അതിന് കൂടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു അസ്റിന്റെ സമയം, അസ്ർ ജമാഅത്ത്, അസ്ർ നമസ്കാരം അള്ളാഹു ഖുർആനിൽ പ്രത്യേകം എടുത്തു പറയാണ്. സ്വലാത്തുൽ വുസ്ത നിങ്ങൾ പ്രത്യേകം കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു വഖൂമു ലില്ലാഹി ഖാനിതീൻ, ആ നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കേണ്ട
നമസ്കരിക്കേണ്ടത് അച്ചടക്കത്തോടെ, തഖ്വയോടെ, ഭക്തിയോടെ, ഖുശൂഅോടെ ആയിരിക്കണം. ഓടി വന്ന് കുത്തിമറിഞ്ഞു പോകുന്ന രീതിയാവരുത്. സമയമില്ലാത്ത സമയത്ത് അശ്രദ്ധരായിക്കൊണ്ട് നമസ്കരിക്കുന്ന രൂപത്തിലാവരുത്. ഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ശ്രദ്ധയോടെ, തഖ്വയോടെ, ഖുശൂഅോടെയാണ് ഓരോ വഖ്തും നമ്മൾ നമസ്കരിക്കേണ്ടത്. ആ നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ എടുത്തു പറഞ്ഞ നമസ്കാരമാണ് സ്വലാത്തുൽ വുസ്ത, അസർ നമസ്കാരം എന്നുള്ളത്. ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട്. ആ സമയത്ത് നിർവഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഓരോ ജമാഅത്തിലും അതിന്റെ അവ്വൽ വഖ്തിൽ നിർവഹിച്ചിട്ടുണ്ട്. അത് നിർവഹിക്കാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പള്ളികളിലൊക്കെ ഉള്ള നമസ്കാര സമയങ്ങൾ അങ്ങനെയാണ്. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 15 മിനിറ്റാണ് ചില പള്ളിയിൽ, ചില പള്ളിയിൽ 20 മിനിറ്റാണ്, ചിലപ്പോൾ അരമണിക്കൂർ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് നീട്ടൂല. ദുഹ്ർ നമസ്കാരം നീട്ടൂല, അസർ നീട്ടൂല. മഗ്രിബിക്ക് അത്ര സമയമല്ല. ശഫ്ഉൽ അഹ്മർ, അസ്തമന ശോഭമായിരുന്നതിന് ഒരു നമസ്കാരം നിർവഹിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു 7 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെയാണ് ആ സമയം ഉണ്ടാവുള്ളൂ. നമസ്കാരം എപ്പോഴേക്ക് ആരംഭിക്കും? ഇശാ ജമാഅത്ത് കുറച്ച് നീട്ടാം. ഇശ നീട്ടി നമസ്കരിക്കാം ജമാഅത്ത്. അത് പള്ളിയിൽ ഔദ്യോഗികമായിട്ട് എപ്പോഴാണ് ജമാഅത്ത് ആ സമയത്ത് നിർവഹിക്കണം. ഇശാ നമസ്കാരം കുറച്ച് നീട്ടി നിസ്കരിച്ച് നിർത്താന്ന് പറഞ്ഞ് പള്ളി ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റൂല. പള്ളിയിലെ ജമാഅത്ത് പിന്നോട്ട് നീക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ നിൽക്കാം. എന്നതല്ലാതെ നമ്മളെ ഇഷ്ടം പോലെ ഇശാ നമസ്കരിക്കൽ കുറെ കഴിഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഒറ്റ നിസ്കരിക്കാൻ പറ്റൂല. ജമാഅത്തിൽ പങ്കെടുക്കണം. ആ ജമാഅത്ത് വേണമെങ്കിൽ സമയം കുറച്ച് 1 മണിക്കൂർ നീട്ടി വിരോധമൊന്നുമില്ല. ഈ സമയങ്ങളൊക്കെ അവ്വൽ വഖ്താണ്. ഫുഖഹാക്കൾ പ്രത്യേകം പറഞ്ഞത് കാണാൻ കഴിയും. 15 മിനിറ്റ്, 20 മിനിറ്റ്, 25 മിനിറ്റ് അതിന് അവ്വൽ വഖ്താണ്. അല്ലെങ്കിൽ എല്ലാ പള്ളിയിലും ളുഹ്ർ നമസ്കാരം 1:30 വെച്ചാൽ മതി, 2:00 വെച്ചാൽ മതി, എല്ലാ തിരക്കും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചോ നിസ്കരിച്ചാൽ മതി. അത് പറ്റൂല. അവ്വൽ വഖ്തല്ല. അസറിനുള്ള സമയം, മഗ്രിബിനുള്ള സമയം, സുബഹിനുള്ള സമയം അവ്വൽ വഖ്തിൽ നിർവഹിക്കുന്നത് കൊണ്ടാണ് ബാങ്ക് കൊടുത്ത് ഇത്ര സമയത്തിനുള്ളിൽ ജമാഅത്ത് നടക്കുന്നത്. അത് പള്ളിയിൽ മാത്രമല്ല, വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പള്ളിയിൽ വരാൻ കഴിയൂല. വീട്ടിൽ നമസ്കരിക്കുന്ന സ്ത്രീകൾ, വരാൻ കഴിയാത്ത പുരുഷന്മാര്, അവരൊക്കെ അവ്വൽ വഖ്തിൽ നമസ്കരിക്കാം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞു, അരമണിക്കൂറിനുള്ളിൽ ആ നമസ്കാരം നിർവഹിക്കണം. വീട്ടിലല്ലേ അത് 2 മണിക്ക് പറ്റൂല. വീട്ടിലല്ലേ അത് 5:30 പറ്റൂല. വീട്ടിലല്ലേ അത് സുബഹി 6:00 പറ്റൂല. അവ്വൽ വഖ്തിൽ നിർവഹിക്കണം. ജീവിതത്തിൽ ഭൂരിപക്ഷം നമസ്കാരവും വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന സ്ത്രീകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ നമസ്കാരങ്ങളിൽ 90% ജമാഅത്തും അവ്വൽ വഖ്തല്ലാതെ ആവാൻ പാടില്ല. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആണുങ്ങൾ പിന്നെ പള്ളിയിൽ വരുന്നത് കൊണ്ട് ആ ജമാഅത്ത് അവർക്ക് കിട്ടും, അവ്വൽ വഖ്ത് കിട്ടും. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. അവർ പള്ളിയിൽ വരാറില്ല, എപ്പോഴെങ്കിലും വരുള്ളൂ. ജുമാക്ക് വരും, അതിൽ ഏതെങ്കിലും വഖ്തിന് ചിലപ്പോൾ വരും. സ്ഥിരമായിട്ട് അവർ വന്നുകൊള്ളണമെന്നില്ല. എന്നാൽ ആ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ വെച്ചിട്ട് ളുഹ്റിന്റെ അവ്വൽ വഖ്തിൽ ളുഹ്ർ നമസ്കരിക്കണം, അസറിന്റെ അവ്വൽ വഖ്തിൽ അസർ നമസ്കരിക്കണം. ഓരോ നമസ്കാരം അവ്വൽ വഖ്തിൽ നിർവഹിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞ നമസ്കാരമാണ് അസറിന്റെ ജമാഅത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സഹാബിയായ അബുൽ ബസ്റത്തുൽ ഗിഫാരി റളിയല്ലാഹു പറയാ, അദ്ദേഹം പറയാണ്, സ്വല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസർ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൊണ്ട് അസർ നമസ്കരിച്ചു. ബിൽ മുഹമ്മസ്, മദീനയിലെ ഒരു പ്രത്യേകമായ സ്ഥലമാണ് മുഹമ്മസ് എന്ന് പറയുന്നത്. മദീനയിലെ മുഹമ്മസിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളെ കൊണ്ട് അസർ നമസ്കരിച്ചു. ഫഖാൽ, എന്നിട്ട് റസൂൽ പറയുകയാണ്, ഇന്ന ഹാദിഹി സ്വലാ, തീർച്ചയായും ഈ നമസ്കാരം, ഈ അസർ നമസ്കാരം, എനിക്ക് മുൻപുള്ള സമുദായങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നമസ്കാരം എനിക്ക് മുൻപുള്ള സമൂഹങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ആ നമസ്കാരം നഷ്ടപ്പെടുത്തി. അസറിന്റെ ജമാഅത്ത് നിർവഹിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാണ്, ഈ നമസ്കാരം നിങ്ങളുടെ മുൻഗാമികൾ നഷ്ടപ്പെടുത്തിയ നമസ്കാരമാണ്. അവരത് കൃത്യസമയത്ത് നിർവഹിച്ചില്ല. നിസ്കരിക്കാതിരുന്നതല്ല, അവർ കൃത്യസമയത്ത് നിർവഹിച്ചില്ല. അതിന്റെ ബാക്കി നോക്കണം നിങ്ങൾ. പറയാണ്, അതുകൊണ്ട് ഈ അസർ ജമാഅത്ത്, അസർ നമസ്കാരം ആരെങ്കിലും കൃത്യമായി കാത്തു സൂക്ഷിക്കുകയാണ് എങ്കിൽ അവന് 2 കൂലിയുണ്ട്. അവന് 2 കൂലിയുണ്ട്. പ്രവാചകന്റെ മുൻ സമുദായങ്ങൾ അസർ
നിങ്ങൾ ഈ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ റസൂൽ പറയുന്നു 2 പ്രതിഫലമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അത് വിശദീകരിച്ചുകൊണ്ട്, ഒന്ന്, ആ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കുന്നതിന്റെ കൂലി, ഒന്ന് ജമാഅത്തിന്റെ കൂലിയാണ്, ഒന്ന് മറ്റുള്ള സമുദായങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചില്ല അത് കൃത്യമായി കാത്തു സൂക്ഷിച്ച കൂലി. ഈ 2 പ്രതിഫലം നമുക്ക് കിട്ടും. അതിന് മഹത്വമുള്ളത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പ്രത്യേകം പറഞ്ഞത്. അതിന്റെ ഗൗരവം നമ്മൾ ഞാൻ കഴിഞ്ഞ വക്തിൽ സൂചിപ്പിച്ചിരുന്നു. മറ്റുള്ള വക്തുകളെ പോലെയല്ല അസറിന്റെ വക്ത്. ജുമുഅത്തിന് വെള്ളിയാഴ്ചയാണ്. ജുമുഅ കഴിഞ്ഞ് പള്ളിയിൽ ജമാഅത്തിന് അസറിന് ആള് കുറയും. ഈ പള്ളിയിൽ മാത്രമല്ല, ലോകത്തുള്ള മിക്കവാറും പള്ളികളിലൊക്കെ അത് കാണാം. നമ്മൾ ഏതൊക്കെ പള്ളിയിലാണ് ആ പള്ളിയിലൊക്കെ അസറിന് ആളുകൾ കുറവാണ്. എന്താ കാരണം? അസറിന്റെ മഹത്വം അറിയാത്തതാണ്. അസറിന്റെ മഹത്വം അറിയാത്തതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാണ്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ പറയാണ്, പ്രവാചകന്റെ സഹാബിയായ ബുറൈദ പറയാണ്, കുന്നാ മഅ ബുറൈദ ഫീ യൗമി ദി ഗൈമിൻ, ഒരു മഴക്കാറുള്ള ദിവസം, മേഘം മൂടി മഴക്കാറുള്ള ഒരു ദിവസം ഞങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെയായിരുന്നു. ഫഖാല ബക്കിറൂ ബിസ്സലാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമസ്കാരത്തിന് വേഗം നിങ്ങൾ പുറപ്പെട്ടോളൂ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്ന നബിയ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ തറക സ്വലാത്തുൽ അസ്ർ ഹബിത അമലുഹു, ആരെങ്കിലും അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങൾ മുഴുവനും പൊളിഞ്ഞുപോയി. ഇമാം ബുഖാരിയുടെ ഹദീസാണത്. അസ്ർ നമസ്കാരത്തിനായി പറഞ്ഞത്. നമസ്കാരത്തിന് പ്രത്യേകം പുറപ്പെട്ടോളി. അസ്റിന്റെ സമയമാണ്, മേഘം മൂടി നിൽക്കുന്ന സമയമാണ്. റസൂൽ എന്ന് പറയാണ്, ആരെങ്കിലും അസ്ർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയി, അവന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞുപോയി. ആ അസ്ർ നമസ്കാരമാണ് നമ്മൾ ജോലി തിരക്കിൽപ്പെട്ട്, നമ്മുടെ പണിയിലകപ്പെട്ട്, നമ്മൾ വേറെ തിരക്കിലായിട്ട് 6 മണിക്ക് നമസ്കരിക്കുന്ന ആളുകൾ, മഗ്‌രിബിന്റെ 10 മിനിറ്റ് നമസ്കരിക്കുന്ന ആളുകൾ, മഗ്‌രിബ് വരെ നമസ്കരിക്കാത്ത ആളുകൾ, എന്നിട്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബിന്റെ കൂടെ കളയാക്കുന്ന ആളുകൾ. അങ്ങനെ കലാ പരിപാടി ഇസ്ലാമിലില്ല. സമയത്ത് നിർവഹിക്കണം. കലാ വീട്ടിൽ ഇസ്ലാമില്ല, സമയത്ത് നിർവഹിക്കണം. ശർഈയായ കാരണങ്ങൾ കൊണ്ട് നമുക്ക് രോഗം കാരണം മറ്റൊക്കെയാണെങ്കിൽ അതിലെ ഉദാഹരണ വേറെ നൽകിയിട്ടുണ്ട്. ഉറങ്ങിപ്പോയി ഒരാൾ, പെട്ടെന്ന് എഴുന്നേക്കാൻ കഴിയില്ല, അങ്ങനെയാണെങ്കിൽ ആ നമസ്കാരം പിന്നെ നിർവഹിച്ചുകൊണ്ട്. അതല്ലാതെ നമ്മളെ തിരക്കിലിങ്ങനെ പെട്ടിട്ട് നമസ്കാരം നീട്ടിയിട്ടൊരു കഥ അത് ഇസ്ലാമിലില്ല. അവന്റെ അമല് പൊളിഞ്ഞു എന്നാണ്. പക്കത്തെ ഹബിത അമലഹു എന്നാ പറഞ്ഞത്. അസറ് കൃത്യസമയം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഓന്റെ അമല് പൊളിഞ്ഞു, ഓന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഗൗരവത്തിൽ പഠിപ്പിച്ചത് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ ഇമാം ബുഖാരിന്റെ മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. പ്രവാചകന്റെ സഹാബിയായ ഇബ്നു ഉമർ പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലദീ തഫൂതുഹു സ്വലാത്തുൽ അസ്ർ, ആരെങ്കിലും അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ, ആരെങ്കിലും അസ്ർ നമസ്കാരം നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ, കഅന്നമാ ഉതിറാഹുലഹു വമാലഹു, കഅന്നമാ ഉതിറാഹുലഹു വമാലഹു, അവന്റെ സമ്പത്തും, ശരിക്കും ശ്രദ്ധിക്കണേ ഹദീസ്, അവന്റെ സമ്പത്തും അവന്റെ മക്കളും ഒക്കെ നശിച്ച് നഷ്ടപ്പെട്ടവനെ പോലെയാകുന്നു ആ കുടുംബം, ആ വ്യക്തി. അസ്ർ നമസ്കാരം നിർവഹിക്കാത്ത വ്യക്തി, അസ്ർ നമസ്കാരം 6 മണിക്കും 7 മണിക്കും തള്ളിക്കളഞ്ഞ് സമയത്ത് നിർവഹിക്കാത്ത വ്യക്തികൾ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇമാം ബുഖാരിന്റെ ഹദീസാണ്, റസൂലുള്ളാഹി പറയാണ്, ആ വ്യക്തി, ആ മനുഷ്യന്റെ കുടുംബം, അല്ലെങ്കിൽ ആ വ്യക്തി, അവന്റെ കുടുംബവും നശിച്ചു, അവന്റെ വീടും അവന്റെ സമ്പത്ത് നശിച്ചവരെ പോലെയാകുന്നു അവൻ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമേ ഉള്ളൂ, അസ്ർ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത്, അസ്ർ ഒഴിവാക്കി എന്നുള്ളത്. ഇതിന്റെ ഗൗരവം നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് മുസ്താ നമസ്കാരം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അസ്ർ നഷ്ടപ്പെട്ടോ ഒരു കുടുംബം നഷ്ടപ്പെട്ടവരെ പോലെയാണ്, അവന്റെ സമ്പാദ്യം നഷ്ടപ്പെട്ടവരെ പോലെയാണ്, അവന്റെ ഹൈറും ബർക്കത്തും പോയി, അല്ലാഹുവിന്റെ റഹ്മത്തും ഹൈറും ബർക്കത്തും നഷ്ടപ്പെട്ടു എന്നാണ്. അത്ര ഗൗരവമുള്ള വിഷയം. ആ ഗൗരവമുള്ള വിഷയം അറിയാത്തതുകൊണ്ടാണ് എന്താ നിങ്ങൾ അസ്ർ ജമാഅത്തിന് പള്ളിയിലാണ് വരാത്തത്. അസ്ർ വീട്ടിൽ നിസ്കരിക്കുമ്പോഴും നമ്മൾ 6 മണിക്കും 5:30 നിസ്കരിക്കാൻ കാണുന്നതാണ്. ഈ ഹദീസും ഈ ആയത്തും ഇതിന്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണ്. മുഴുവൻ നഷ്ടപ്പെട്ടവനെ പോലെയായിരിക്കും എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ അസ്ർ ജമാഅത്തിന്റെ മറ്റൊരു അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കലും തന്നെ നാശത്തിന് വേണ്ടി വല്ലാതെ പ്രാർത്ഥിക്കാറില്ല. അല്ലാഹുവിന്റെ റസൂലിനെ എത്ര ഉപദ്രവിച്ചാലും, എത്ര വേദനിപ്പിച്ചാലും, എത്ര കഷ്ടപ്പെടുത്തിയാലും ഒരു സമൂഹത്തിന്റെ നാശത്തിന് വേണ്ടി റസൂൽ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. പക്ഷേ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ
ഒരു ഖൗമിന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ നശിക്കട്ടെ എന്ന് പറഞ്ഞു, അവർ നരകത്തിലാവട്ടെ എന്ന് പറഞ്ഞു. റസൂൽ അങ്ങനെ പറയാൻ കാരണമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ അഹ്സാബ് യുദ്ധം നടക്കുന്ന സമയം, അഹ്സാബ് യുദ്ധം നടക്കുകയാണ്, മുശ്രിക്കുകളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഘോര യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവർ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. യുദ്ധം നടന്നിട്ടില്ല, ഒരുങ്ങുകയാണ് അവർ. ആ ഒരുക്കത്തിൽ ഈ മുശ്രിക്കീങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രയാസം തടുക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ഒരുങ്ങാണ്. ആ ഒരുക്കത്തിനിടയിൽ അല്ലാഹുവിന്റെ റസൂല് അസ്ർ ജമാഅത്തിന്റെ സമയം പോയതറിഞ്ഞില്ല. അസ്ർ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടതറിഞ്ഞില്ല. ഹദീസിൽ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ഹത്താ ഖറജ വഖ്തുഹാ വമാ ലാക ഇല്ലാ ലിമാ അസാബഹു മിൻ ഗമ്മിൻ ശദീദിൻ അലാ ഖുവതിഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ പറയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ആ നമസ്കാരത്തിന്റെ സമയം നഷ്ടപ്പെട്ടു. അസ്ർ നിസ്കരിച്ചിട്ടില്ല. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. സമയമായത് അറിഞ്ഞില്ല. അസറിന്റെ ജമാഅത്തിന്റെ സമയം കഴിഞ്ഞു. ജമാഅത്ത് മാത്രമല്ല, അസറിന്റെ സമയം നിന്ന് അവസാനിക്കാറായി. മഗ്‌രിബിയോടടുത്തു. അസർ നമസ്കരിച്ചിട്ടില്ല. യുദ്ധത്തിന്റെ തിരക്കിലാണ്. അല്ലാഹുവിന്റെ റസൂൽ വല്ലാത്ത ദുഃഖം, വല്ലാത്ത വേദന, വല്ലാത്ത വിഷമം. എന്താണ്? ആ നമസ്കാര സമയം ഈ ഖൗമിനെ കൊണ്ട്, ഈ മുശ്രിക്കീങ്ങളെ കൊണ്ട്, ഈ ശത്രുക്കളെ കൊണ്ട് ആ നമസ്കാര സമയം നടന്നുപോയല്ലോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. എന്നിട്ട് റസൂൽ പറയാണ്, അല്ലാഹുവേ അവരെ വീട്ടിൽ നീ തീ നിറക്കണേ, അല്ലാഹുവേ അവരെ ഖബറിൽ നീ തീ നിറക്കണേ. ആരെ ഖബറിൽ? മുശ്രിക്കുകളുടെ ഖബറിൽ. എന്താ കാരണം? ഇവർ കാരണമാണ് എന്റെ അസ്ർ ജമാഅത്ത് നഷ്ടപ്പെട്ടത്. റസൂൽ പറയാണ്, ഇവർ കാരണം ആ സമയത്ത് അസ്ർ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ, അല്ലാഹുവേ അവിടെ ഖബറിൽ നീ തീ നിറക്കണം, അവിടെ വീട്ടിലും നീ തീ നിറക്കണം. ഞങ്ങളുടെ ഉസ്താ നമസ്കാരം, അസർ നമസ്കാരം ഇവർ കാരണമായി നഷ്ടപ്പെട്ടല്ലോ, അതിന്റെ സമയം തെറ്റിയല്ലോ എന്നാണ്. അവർ നമസ്കരിച്ചു, അസർ അവർ നമസ്കരിച്ചു, പക്ഷേ ആ സമയം നഷ്ടപ്പെട്ടു പോയി. ആ സമയം നഷ്ടപ്പെട്ട വേദനയാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതിന്റെ തിരക്കിലായി പോയി. അതിന് കാരണക്കാരായ ഈ വ്യക്തികളാണ്. ഒരൊറ്റ ജമാഅത്തിന്റെ സമയം അങ്ങോട്ട് നഷ്ടപ്പെട്ടു. സൂര്യാസ്തമിക്കാൻ മഗ്‌രിബിന്റെ സമയമാവാറായി. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വേദന മനസ്സിൽ. എന്തിനാണ്? വെറുതെ പോയതല്ല, ജിഹാദിലാണ്, യുദ്ധത്തിന്റെ തയ്യാറെടുപ്പിലാണ്. എന്നിട്ടും റസൂലുള്ളാഹിന്റെ മനസ്സിൽ വല്ലാത്ത വേദന. റസൂലുള്ളാഹി പ്രാർത്ഥിക്കാണ്, അവർക്ക് ഇതിന്റെ ശിക്ഷ നൽകണേ റബ്ബേ എന്ന്. അത്രക്കും ഗൗരവത്തിലാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ അസ്ർ നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചത്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മുശ്രിക്കീങ്ങൾക്ക് വരെ അറിയാം ഈ നമസ്കാരം മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരമാണെന്നുള്ളത്. മുശ്രിക്കീങ്ങൾക്ക് വരെ അറിയാം. മുശ്രിക്കീങ്ങളെ പറയുവാൻ മുസ്ലിം ഹദീസിൽ കാണാൻ കഴിയും. മുശ്രിക്കീങ്ങൾ ചിലപ്പോൾ പറയാറുള്ള ഒരു വാക്യതാണ്, ഇന്ന ഹൗലാഇ സ്വലാത്തൻ ഹിയ അഹബ്ബു ഇലൈഹിം മിൻ ആബാഇഹിം വഅബ്കാരിഹിം വഔലാദിഹിം. മുശ്രിക്കീങ്ങൾ പറയാറുണ്ട്, മുസ്ലിമീങ്ങൾക്ക് ഒരു നിസ്കാരമുണ്ട്, ആ നമസ്കാരത്തിന് പ്രത്യേകത. എന്താ നമസ്കാരത്തിന്റെ പ്രത്യേകത അറിയോ? ആ നമസ്കാരം അവർക്ക് അവരുടെ മാതാപിതാക്കളെക്കാൾ, അവരുടെ മക്കളെക്കാൾ, അവരുടെ ഇണകളെക്കാൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമസ്കാരമാണ്. ഏതാ നമസ്കാരം അറിയാൽ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അത് അസ്ർ നമസ്കാരമാണ്. അസ്ർ നമസ്കാരമാണ്. ആ നമസ്കാരം മുസ്ലിമീങ്ങൾക്ക് അവരുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഇണകളെക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ ഇഷ്ടപ്പെട്ട നമസ്കാരമാകുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്രക്ക് പ്രാധാന്യ നമസ്കാരമാണ്, അത്രക്ക് പ്രതിഫലമുള്ള നമസ്കാരമാണ്. ആ സമയത്തിന് പ്രത്യേകതയുണ്ട്, അസറിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഹദീസിൽ പറയാണ്, 2 സമയത്താണ്, 2 നമസ്കാരങ്ങൾക്ക് മലക്കുകൾ പള്ളിയിലുണ്ടാവും. 2 നമസ്കാരങ്ങൾക്ക്. അതേതാണ്? ഒന്ന് സുബഹിയാണ്, ഒന്ന് അസറാണ്. നമ്മൾ ആ സമയത്ത് പള്ളിയിലുണ്ടാവില്ല. 2 ജമാഅത്തിന് പള്ളിയിൽ മലക്കുകൾ ഉണ്ടാവും. അതേതാ മലക്കുകൾ? ഒന്ന് രാത്രിയിലുള്ള മലക്ക്, 2 പകലിലെ മലക്ക്. ഈ 2 മലക്കുകളും കണ്ടുപിടുത്ത 2 സമയവും ഒന്ന് അസർ, ഒന്ന് സുബഹിയുമാണ്. ആ അസറിന്റെ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പള്ളിയിലുണ്ടാവും. അവർ മലക്കുകൾ നമസ്കാരത്തിന് ഹാജരാണ്. അസറിന്റെ സമയം ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ വിശദീകരിക്കുകയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, 3 ആളുകളെ
അള്ളാഹു നോക്കൂല. 3 ആളുകളെ അള്ളാഹു നോക്കൂല. ഖിയാമത്ത് നാളിൽ 3 ആളുകൾ അള്ളാഹു സംസാരിക്കൂല, ഓരെ നോക്കൂല. ആ 3 ആളുകൾ ആരാ? അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അതിൽ ഒരു വിഭാഗം ആളുകൾ റജുലുൻ ഹലഫ യമീനൻ അലാ മാലിൻ മുസ്ലിമിൻ ഫഖതഅഹു. അതിൽ ഒരു വിഭാഗം അറിയോ? കള്ളം പറയുന്ന ആളുകൾ. എങ്ങനെ കള്ളം പറയാറില്ല? തന്റെ സുഹൃത്തിന്റെ സമ്പത്ത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് അന്യായമായി മറ്റവന്റെ കാശും സമ്പത്തും കിട്ടാൻ വേണ്ടി കളവ് പറഞ്ഞിട്ട് വഞ്ചിച്ചിട്ട് അവന്റെ സമ്പത്ത് കയ്യിലാക്കുക. അത് കച്ചവടമാവട്ടെ, ബിസിനസ് ആവട്ടെ, റിയൽ എസ്റ്റേറ്റ് ആവട്ടെ, ഏതായിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് അർഹതപ്പെടാത്ത മറ്റൊരു മുതൽ കളവ് പറയാം, വഞ്ചിക്കുക, ചതിയിൽപ്പെടുത്തുക, ഇല്ലാത്തത് പറഞ്ഞ് പെരുപ്പിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ആളെ ചതിയിൽപ്പെടുത്തിയിട്ട് അവന്റെ കാശ് കയ്യിലാക്കുക, അവന്റെ സ്വത്ത് കയ്യിലാക്കുക. അതല്ലെങ്കിൽ ഇല്ലാത്ത വില വാങ്ങിച്ചിട്ട് അവനത് ഏൽപ്പിക്കുക, പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ രക്ഷപ്പെടാം. ഇങ്ങനെ ചില ആളുകളുണ്ട്, അവരെ അള്ളാഹു നോക്കൂല. ആ ഹദീസ് അള്ളാഹ് പറയാണ്, എന്താ അവന്റെ പ്രത്യേകത അറിയാം? അസർ നമസ്കാര ശേഷം അള്ളാഹുവിന്റെ പേരിൽ ഇങ്ങനെ കള്ളസത്യം ചെയ്തിട്ട് അന്യന്റെ മുതൽ കൈക്കലാക്കുന്ന ആളുകളെ അള്ളാഹു ഖിയാമത്ത് നാളിൽ നോക്കൂല, അവരോട് അള്ളാഹു സംസാരിക്കൂല. എന്താ അസർ പ്രത്യേകം പറയാൻ കാരണം അറിയോ? ആ സമയത്തിന് മഹത്വം. എന്താ കാരണം? മലക്കൾ ഇറങ്ങുന്ന സമയം. ഒരു സമയത്ത് നമ്മൾ പറ്റിക്കാൻ പാടില്ല, ഒരു സമയത്ത് വഞ്ചിക്കാൻ പാടില്ല, ഒരാളെ മുതലാളി എടുക്കാൻ പാടില്ല. അസർ പ്രത്യേകം സൂക്ഷിച്ചത് എന്താണ്? മലക്കൾ ഭൂമിയിൽ ഇറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് കളവ് പറഞ്ഞ് വഞ്ചിച്ച് കച്ചവടം നടത്തിയിട്ട് മറ്റവന്റെ കാശ് കയ്യിലാക്കും. മനസ്സിലായിക്കോ, ഇതിനൊക്കെ മലക്കൾ സാക്ഷിയാണ്. റസൂൽ പറയാണ്, അസറിന്റെ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക, അസർ ജമാഅത്ത് ശ്രദ്ധിക്കുക, അസറുമായി ബന്ധപ്പെട്ട എല്ലാം ശ്രദ്ധിക്കണം. ഇതല്ലെങ്കിൽ നാളെ പരലോകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. അത്രക്ക് അവരോട് നിസ്കാരം അസർ നിസ്കാരം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അവർക്കെതിരെ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സമ്പത്തും നമ്മുടെ മക്കളും നഷ്ടപ്പെടാൻ വരെ കാരണമാകുന്ന വക്തായിട്ട് അസറിന്റെ വക്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. അത് ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഖുർആനിൽ പ്രത്യേകം പറഞ്ഞ നിസ്കാരമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ മാത്രമല്ല മക്കളോട് പറഞ്ഞെടുക്കും. വീട്ടിലൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിലപ്പോൾ മയങ്ങുന്ന ആളുകളുണ്ടാവും. ആ മയക്കൊക്കെ അസറിന്റെ സമയത്ത് എഴുന്നേക്കാൻ വേണ്ടി പറയണം. മക്കളെ എഴുന്നേൽപ്പിക്കണം, ഭാര്യമാരോട് പറയണം, വീട്ടുകാരോട് പറയണം. നമ്മൾ ഞാനാവണം. ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ എഴുന്നേൽക്കണ്ടേ? ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞെങ്കിൽ ഞാൻ ആ സമയത്ത് എഴുന്നേൽക്കണ്ടേ? ഞാൻ എഴുന്നേൽക്കാത്ത വാപ്പ ഞാൻ എങ്ങനെ മകനോട് പറയാം? എഴുന്നേൽക്കാത്ത ഭർത്താവ് എങ്ങനെ ഭാര്യയോട് പറയാം? അപ്പൊ നമ്മൾ മാതൃകയാവുക, നമ്മൾ പ്രാക്ടിക്കൽ ആവുക. നമ്മൾ ഈ ഒരു ഹദീസ് എപ്പോഴും ആലോചിക്കുക. അള്ളാന്റെ ശാപം ഉണ്ടാവുന്നുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസുൽ ഗഫാർ മുകബ്ബിറുൽ ലൈലി വൻ നഹാർ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിയുന്ന ഖാദിറും ഖാഹിറുമായ റബ്ബാണ് എന്ന വിശ്വാസം എല്ലാ സമയത്തും മുഅ്മിനീങ്ങളായ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാ കാലത്തും എല്ലാ സമയത്തും അതിക്രമകാരികളായ ആളുകൾക്കും അഹങ്കാരികൾക്കും അവരുടെ തോന്നിയതുപോലെ വിളയാടാനുള്ള സൗകര്യവും സാഹചര്യവും സ്വാധീനവും ഒന്നും അവർക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. പറയാനുള്ള കാരണം, ലോക പോലീസായി ചമയുന്ന, വലിയ അഹങ്കാരികളായി ചമയുന്ന അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട വാർത്ത നമ്മളൊക്കെ വായിച്ചതാണ്. അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കേന്ദ്രമായ ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലുമൊക്കെ തീ പടർന്നു പിടിച്ച് ബില്യൺ കണക്കിന് നഷ്ടമാണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ നഷ്ടം. കണ്ടമാനം ആളുകൾ വീടുകളും ഫ്ലാറ്റുകളും താമസ സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ വിധത്തിലുള്ള സാങ്കേതിക വിദ്യയും കയ്യിലൊതുക്കിയ ആളുകളെന്ന് അഹങ്കരിക്കുന്നവർ പോലും ആ ഒരു പരീക്ഷണത്തിന് മുന്നിൽ അമ്പരന്ന് പോയി.
സോഷ്യൽ മീഡിയയിലൊക്കെ പല രൂപത്തിലുള്ള സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചില ആളുകൾ പറഞ്ഞു, ഫലസ്തീൻ മക്കൾക്ക് ഒരു സമാധാനവും നൽകാതെ ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കുരുതിക്ക് കൊടുക്കുവാൻ വേണ്ടി നേതൃത്വം നൽകുന്ന അമേരിക്കയാണ്. സ്ത്രീകളെ, പിഞ്ചു പൈതങ്ങളെ, ഗർഭിണികളെ, കയ്യും കാലും മുറിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുന്ന അവശരായ ആളുകളെ, പ്രായം ചെന്നവരെ, അവരെ ശുശ്രൂഷിക്കുന്ന ഹോസ്പിറ്റലുകൾ വരെ നശിപ്പിച്ചുകൊണ്ടിരിക്കാൻ നേതൃത്വം നൽകുന്നത് ഇവരാണ്. അതുകൊണ്ട് അല്ലാഹ് അവരുടെ ശിക്ഷയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതല്ല, അതൊരു പരീക്ഷണമാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തോ ആവട്ടെ, ശിക്ഷയാണ് എന്നോ പരീക്ഷണമാണ് നമുക്ക് പറയാം. ശിക്ഷയാണ് എന്ന് പറയാൻ നമുക്ക് വഴിയൊന്നുമില്ല. ചിലപ്പോൾ ശിക്ഷയായിരിക്കാം, അല്ലാഹുവിന്റെ പരീക്ഷണമായിരിക്കാം. പക്ഷേ ചില ഗുണപാഠങ്ങൾ നമ്മൾക്ക് അതിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻ സമുദായങ്ങളെ ഇതുപോലെ നശിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. അധിക കാലമൊന്നും അതിന്റെ മകാരിൽ ഇങ്ങനെ വിലസി പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യ സമുദായം ഇവരെക്കാളൊക്കെ എത്രയോ വലിയ ആളുകളായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരെ കാറ്റുകളെ നശിപ്പിച്ച സമുദായം, തുടരെ മഴ വർഷിപ്പിച്ച് മുക്കിക്കൊന്ന ചില സമുദായങ്ങളെ അല്ലാഹു തീക്കാറ്റിറക്കി. ആകാശത്ത് തീക്കാറ്റിറക്കിയിട്ട് ഒരു കൗമിനെ നശിപ്പിച്ച്. ഇതൊക്കെ ഖുർആനിലെ ഹദീസിലുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇതൊക്കെ സംഭവിക്കും. കാരണം എല്ലാ കാലത്തും ളാലിമീങ്ങളും അതിക്രമകാരികളും പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് മുന്നേറാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതെല്ലാം കാണുന്ന അറിയുന്ന റബ്ബ് മുകളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പരിഹാരങ്ങൾ നൽകും. ക്ഷമ ആവശ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിങ്ങനെ കത്തിക്കരിഞ്ഞ് അതിങ്ങനെ നശിപ്പിച്ച് നമ്മളതിൽ സന്തോഷിക്കല്ല. അതിൽ സന്തോഷിക്കുക ഒരു വിശ്വാസി അതിൽ സന്തോഷിക്കാനൊന്നും പാടില്ല. കാരണം എന്താ വെച്ചാൽ സഹായങ്ങൾ കൊടുക്കേണ്ടി വരും, സഹായങ്ങൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതിലൊരു ഗുണപാഠമുണ്ട്. ഇതുപോലെ കത്തിക്കരിയുന്ന മനുഷ്യരാണ് ഫലസ്തീനിലുള്ളത്. ഇതുപോലെ പിഴയുന്ന മനുഷ്യരാണ് ഫലസ്തീനിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ചിന്തിക്കാനുള്ള ഒരു പാഠം അതിലുണ്ടാവണം. നിങ്ങൾ ആലോചിച്ചു, ഇതിങ്ങനെ കത്തിക്കരിഞ്ഞിരുന്ന സമയത്താണത് ഗസയില് വെടിനിർത്തൽ കരാറ് വരുന്നത്. ഇതൊക്കെ ഒരു തൗഫീഖാണ്. അതൊക്കെ ഒന്നിച്ചു വരികയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിരപരാധികളെ പിന്നിൽ കുറെ കാലമൊന്നും പാവപ്പെട്ടവരെ ഉപദ്രവിക്കാൻ അല്ലാഹ് അങ്ങനെ അയച്ചു വിടുന്നില്ല. അല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ഇതെല്ലാം അല്ലാഹ് കാണുന്നുണ്ട്. ഓരോ സമയത്ത് വേണ്ട സമയത്ത് അല്ലാഹു പിടിക്കും. നമ്മൾ ധൃതി കാണിച്ചാലും അല്ലാഹ് ഓരോ സമയം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. അത് അവിടെ മാത്രമല്ല, ഏത് നാട്ടിലാണെങ്കിലും അല്ലാഹുവിന്റെ അദാബ്, അല്ലാഹുവിനെ ധിക്കരിച്ചിട്ട് പാപങ്ങൾക്കെതിരെ നിറയൊഴിക്കുന്ന, അവരെ നശിപ്പിക്കുന്ന ഏത് ഖൗമാണെങ്കിലും അതൊക്കെ അല്ലാഹുവിന്റെ ശിക്ഷ ആകും, അല്ലാഹുവിന്റെ പരീക്ഷണം ആകും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിലേക്ക് അടുക്കാനും റബ്ബിനോട് പ്രാർത്ഥിക്കാനും ഇസ്തിഗ്ഫാർ നടത്തി നമ്മൾ ഇവിടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ ഈ സമയം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم توفنا مسلما وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على